ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണ ഉത്തരവ് നൽകിയതായി KN ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കുടിശ്ശികയായ പെൻഷൻ എത്രയും പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കുമെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയത്. ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന 65 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ സന്തോഷം നിറഞ്ഞ വാർത്തയാണ് പുറത്തു വരുന്നത്. സംസ്ഥാനത്ത് വീണ്ടും ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നു. ധനമന്ത്രി ബാലഗോപാൽ ക്ഷേമ പെൻഷൻ ഉത്തരവ് കൈമാറിയതായി അറിയിച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് ഇപ്പോൾ വിതരണം നടന്നത് 2023 ഡിസംബർ മാസത്തിലെ കുടിശ്ശികയായ പെൻഷൻ വിതരണമാണ്. അതോടുകൂടി 2023 പെൻഷൻ വിതരണം അവസാനിച്ചു. ഇനി വിതരണം ചെയ്യാനുള്ളത് 2024 പെൻഷനാണ്. 2024 ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള പെൻഷൻ വിതരണമാണിപ്പോൾ കുടിശ്ശികയാണെന്ന് ധനമന്ത്രി ബാലഗോപാൽ വ്യക്തമാക്കി. ഇത് എത്രയും പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വ്യക്തമാക്കിയിരുന്നു. റിസർവ് ബാങ്കിൽ നിന്ന് 1500 കോടി രൂപ കടപത്ര ലേലം വഴി കടമെടുത്തിട്ടാണ് സർക്കാർ ഇപ്പോൾ പെൻഷൻ വിതരണത്തിന് ഒരുങ്ങുന്നത്. 6 മാസത്തെ പെൻഷൻ വിതരണം ആയതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള PC വിഷ്ണുനാഥന്റെ അടിയന്തര നോട്ടീസിന് മറുപടി പറയുമ്പോഴായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. വരുന്ന ലോക്സഭ നിയമസഭ ഉപജില്ലാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിലവിലെ 5 മാസത്തെ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ തീരുമാനം. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ മാത്രമല്ല, വിവിധ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷനുകളും കൊടുത്തു തീർക്കാൻ സർക്കാർ മുൻകൈ എടുക്കുന്നുണ്ട്. ക്ഷേമനിധി ബോർഡ് വഴിയുള്ള ക്ഷേമ പെൻഷൻ 10 മാസമായി കുടിശ്ശികയായിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ സർക്കാർ നിലവിൽ വരുന്നത്. ഇത്തരം ക്ഷേമനിധി പെൻഷനുകളും കൊടുത്തു തീർക്കും. 5 മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കാൻ 4000 കോടിയോളമാണ് സർക്കാരിന് വേണ്ടത്. ഇതിൽ ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി 1500 കോടി റിസർവ് ബാങ്കിൽ നിന്നും കടമെടുക്കുന്നു. റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്ബർ സംവിധാനം വഴി കടപത്ര ലേലത്തിലൂടെയായിരിക്കും സംസ്ഥാനം കടമെടുപ്പ് നടത്തുക. ജൂൺ 25 ചൊവ്വാഴ്ച കടമെടുപ്പ് നടപടിക്കുള്ള ക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്.